ഞാൻ പറഞ്ഞല്ലേ കുഞ്ചു! ഇങ്ങനെ സംഭവിച്ചേ. ആ, മുരളി കിട്ടിയടാ. അയ്യോ എനിക്ക് കിട്ടിയടാ. കിട്ടിയടാ. യാ! എന്താണ് നിന്റെ വക്ക് പൊട്ടിപ്പോയോ? വക്ക് പൊട്ടിയതല്ല, കിട്ടിയടാ എനിക്ക്. എന്താ ഇത്? ഇവനെ പേപ്പട്ടി കടിച്ചെന്നാ തോന്നുന്നു. പേപ്പട്ടി ഒന്നുമല്ലടാ, കിട്ടിയടാ. എന്താണ് കിട്ടിയത്? കല്ലാണോ കിട്ടിയത്? എനിക്ക് PSCയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയടാ. സത്യം സത്യം. കണ്ടേ നോക്കെ നോക്കെ. ഉണ്ടടാ, എന്റെ പെങ്ങന്മാരൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഒക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാചുലേഷൻ. താങ്ക് യു സർ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കരയാ വേണ്ടത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി മുരളിയുടെ പൗൾട്രി ഫോമിന് നമുക്ക് തറക്കല്ലിടണം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതാ 25,000 രൂപയുണ്ട്. മടിക്കണ്ട, കടമായിട്ട് കരുതിയാൽ മതി. മകൻ ഒരു താന്തോന്നിയായിരുന്നെങ്കിലും മകന്റെ ഏത് കാര്യങ്ങളിലും നന്മയുണ്ടാവാൻ ആ അമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിലും ആ അമ്മയുടെ ആത്മാവ് തന്നെ അനുമോദിക്കും. ഇത് വാങ്ങൂ. എന്റെ വാക്ക് പാലിക്കുന്നു. അവള് സമ്മതിച്ചു. ദേ ബാക്കി 25,000 രൂപ. ഇതെങ്ങനെ സാധിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സാധിപ്പിച്ചു, പക്ഷേ അല്പം ക്രൂരമായി പോയി. അമ്മയുടെ മരണശേഷം ആ ഷോക്കിൽ മുരളി ഒരു മെന്റൽ പേഷ്യന്റ് ആയെന്നും ഇപ്പോൾ മെന്റൽ ട്രീറ്റ്മെന്റിലാണെന്നും ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഒരു മാനസിക രോഗിയാണെന്ന്. അത് മാത്രമല്ല, അവളെ ബലമായി വിശ്വസിപ്പിക്കാൻ മറ്റൊന്നു കൂടി ചെയ്തു. ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനസ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി സമ്പാദിച്ചു. അതെ, ദാ. എത്ര ഇഷ്ടത്തിലായാലും കെട്ടാൻ പോകുന്നവൻ ഒരു മാനസിക രോഗിയാണെന്നറിഞ്ഞാൽ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് പതറും. അതാണ് ലേഡീസ് സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രം. സമ്മതിച്ചു വക്കീലെ. പിന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അത് ഞങ്ങൾ സംഘടിപ്പിക്കാം. റിക്വസ്റ്റ്, അപേക്ഷ. അല്ല പിന്നെ ഈ വിവരം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയരുത്. അല്പം കടന്ന കൈയായി പോയി. വക്കീലേ, അത് ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ആരോടും പറയില്ല. പിന്നെ അവൾക്ക് മുരളിയോടുള്ള താല്പര്യം ഇപ്പോ മുരളിക്ക് സന്ധ്യയോടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുരളിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. മാത്രമല്ല, കല്യാണ പന്തലിൽ അതിഥികളെ സ്വീകരിക്കാൻ മുരളിയും സംഘവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അല്ല, അത് പേടിക്കണ്ട, അവരവിടെ ഉണ്ടാവണം. അതൊക്കെ വക്കീലിന്റെ മിടുക്ക്. പിന്നെ ഈ സന്തോഷത്തിന് തുക കൊടുക്കുമ്പോ ഇല്ലേ, ഒരുപാട് കൂട്ടി കൊടുക്കണമെന്നാ കാരണവന്മാര് പറയാറുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് വെച്ചോളൂ. അപ്പൊ ഈ ഒന്നും ഉൾപ്പെടെ മൊത്തം 50,001 അഡ്വാൻസും കൂടെ കൂട്ടി കൂട്ടി